ഹായ് ഫ്രണ്ട്സ്, ചെറിയൊരു മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈറ്റ് കാസ്റ്റിംഗ് റീൽ ഉപയോഗിക്കുന്ന അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്നാൽ ഇത് ഡ്രാഗ് ടൈറ്റ് ആക്കുന്നതും ലൂസാക്കുന്നതും. ഇത് ഫുൾ ടൈറ്റായി. ഇത് ടൈറ്റാക്കി വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സ്നേക്ക് കട്ട് ഫിഷിങ്ങിനൊക്കെ കൂടുതലായിട്ടും ഡ്രാഗ് ഫുൾ ടൈറ്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ പോലും നമ്മളിങ്ങനെ ഈ ഡ്രാഗിൽ ഹുക്കപ്പ് ഡയറക്റ്റ് കൊടുക്കാൻ പാടില്ല. സ്പൂണിൻ്റെ മുകളിൽ കൈ വെച്ചിട്ട് തന്നെ ഹുക്കപ്പ് കൊടുക്കണം എന്നുള്ളത്. പിന്നെ ഈ റീലിന് വരുന്ന കംപ്ലയിൻറ്റിനെ കുറിച്ചാണ്. അത് എല്ലാ റീലിനും വരട്ടെ ആ ഒരു കംപ്ലയിൻറ്റ്. അത് സാൾട്ട് വാട്ടർ റീലാണെന്നും പറഞ്ഞൊന്നും കാര്യമില്ല, എല്ലാ റീലിനും വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഡ്രാഗ്, ഇതിനകത്ത് വാസർ വരുന്നുണ്ട്. ഗ്യാപ്പിൽ വാസർ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് വാസർ വരുന്നുണ്ട്. ഇത് ടൈറ്റ് ചെയ്യുന്ന സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വാസർ തമ്മിൽ അടുക്കുകയാണ്. വാസർ നമ്മൾ അടുത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്നാൽ നമ്മൾ ഫുൾ ടൈറ്റ് വെച്ച് ഡ്രാഗ് വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് മീൻ പിടിച്ച് കഴിഞ്ഞാൽ ഡ്രാഗ് റിലീസ് ചെയ്ത് വെക്കുക, ലൂസാക്കി വെക്കുക. ഇങ്ങനെ ലൂസ് ചെയ്ത് വെക്കുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നും വരാനില്ല. അപ്പോൾ അങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചതിനെ കൊണ്ടില്ല പ്രശ്നം തന്നെ ഇതാ. ഇതൊരു വേറെ റീലാണ്, ഞാൻ നേരത്തെ അയച്ചതാണ്, കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ടോ. ഞാൻ അയച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ എളുപ്പം കാണിച്ചു തരാൻ വേണ്ടിയതാണ്. ഇതാണ് നെട്ട് വരുന്നത്. ഇതിനകത്ത് ഇതേപോലത്തെ നെട്ട് വരും. ഈ നെട്ട് ഫുൾ ടൈറ്റായിട്ട് ഈ വാസലും ജാമായിട്ട് ഇത് പൂരാൻ കിട്ടുന്നില്ല. ഫുൾ ടൈറ്റാണ്, പൂരാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് സർവീസ് ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാ ബൈറ്റ് കാസ്റ്റ് ഉപയോഗിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഡ്രാഗ് മാക്സിമം ഉപയോഗിച്ചതിന് ശേഷം റിലീസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക, ലൂസാക്കി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.